ലൂക്ക 1:37 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അസാധ്യമായ പലതിൻ്റെ മുൻപിൽ മുട്ടുമടക്കി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കൾ, ദൈവജനം ഇന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടേതായ സകല കഴിവുകളും കൊണ്ട് അവ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് ദൈവവിശ്വാസത്തിൽ പരാജയപ്പെട്ടുപോയ മനുഷ്യരുടെ മുൻപിൽ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ മറിയം. അസാധ്യമായൊരു കാര്യം ദൈവം സാധ്യമാണെന്ന് മറിയത്തോട് പറയുമ്പോൾ മറിയം അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. അത് നമ്മുടെ തകർച്ചയ്ക്കുള്ളതല്ല, നമ്മുടെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കുമുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ദൈവിക പദ്ധതികളെ ആലോചന ചോദിക്കാതെ, ദൈവ ഇഷ്ടം ആരായാതെ, സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് സ്വന്തം ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഓടി നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ചേരുന്നത്. അപ്പോഴാണ് നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും ഉത്തരമില്ലാതെയും ആ അധ്വാനത്തിന് ഫലം ലഭിക്കാതെയും പോകുന്നത്. നാം കേട്ട വചനം എന്താണ് പറയുന്നത്? ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നടന്നില്ല, ഇത്ര വർഷം അധ്വാനിച്ചിട്ടും എന്തുകൊണ്ട് ഉത്തരം കിട്ടിയില്ല? കാരണം ഇതാണ്, ദൈവിക പദ്ധതികൾക്ക് വിപരീതമായി നാം നമ്മുടെ പദ്ധതികളെ ആസൂത്രണം ചെയ്ത് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ്. യോന പ്രവാചകനെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ലേ? യോനായോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോന താർശീശിലേക്ക് പോയി. യോനായോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞാൽ യോന നിനവയിലേക്ക് പോയിരുന്നുവെങ്കിൽ താർശീശിലേക്ക് പോയപ്പോൾ നേരിട്ട പ്രതിസന്ധികൾ യോനായ്ക്ക് നേരിടേണ്ടി വരികയില്ലായിരുന്നു. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ദൈവം ഒന്നും അസാധ്യമല്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവിക പദ്ധതികൾക്കനുസരിച്ച് ആമേൻ പറഞ്ഞ് മുന്നേറുമ്പോഴാണ് നമ്മുടെ പദ്ധതികൾ പൂർത്തീകരിക്കുക. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്കിക്കേ. കുഞ്ഞു മക്കളെല്ലാത്തിനും നിർബന്ധ ബുദ്ധി പിടിക്കും. മാതാപിതാക്കളെല്ലാം കൊടുക്കുമോ? ഇല്ല. കാരണം എന്താ? അവർക്ക് നന്മയായതും അനുഗ്രഹമായതും നാം പ്രദാനം ചെയ്യും. അതുപോലെ ദൈവം നമുക്ക് നന്മയായതും അനുഗ്രഹമായതും പ്രദാനം ചെയ്യുന്നുണ്ട്. അതിനുകൊണ്ട് നമ്മുടെ പദ്ധതികളെ തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് അനുദിന ജീവിതയാത്ര നന്നായി തുടരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ.